ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രഗ്നന്റ് ആവുക എന്ന് പറയുന്നത് അത്ര വലിയൊരു ചെറിയൊരു കാര്യമല്ല അല്ലേ. അത്യാവശ്യം നല്ലൊരു കാര്യം തന്നെയാണ്. ഒരു ചില്ലറ പണിയൊന്നും എടുത്തിട്ടുള്ള ഒരു സ്ത്രീകളും അമ്മയാവുക എന്ന് പറയുന്ന ആ ഒരു കടമ്പ പൂർത്തിയാക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവരും ഓൾറെഡി നമ്മൾ മാരീഡ് ആയിട്ടുള്ളവരെല്ലാവരും, ചിലർ ആദ്യം കുട്ടികളെ വേണ്ടാന്ന് വെക്കുന്നവരായിരിക്കും. പിന്നെ ഒരു 2-3 വർഷമൊക്കെ കഴിയുമ്പോൾ കുട്ടികൾ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നവരായിരിക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, അമ്മയാവുക എന്നുള്ളത് ഒരു വലിയൊരു കടമ്പ തന്നെയാണ്. ചില്ലറ പണിയൊന്നും ചെയ്തിട്ടല്ല നമ്മളൊരു അമ്മയാവുക എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് മാത്രം പെയിൻ നമ്മൾ ചിന്തിക്കാറില്ലേ? പീരിയഡ്സിന്റെ പെയിൻ, ഡെലിവറി പെയിൻ, ആ ഒരു പെയിൻ സഹിക്കാനുള്ള ആ ഒരു മനക്കെട്ടി അല്ലെങ്കിൽ ആ ഒരു ശാരീരിക ആ ഒരു ഇത് സ്ത്രീകൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. അതുകൊണ്ടായിരിക്കും ആ ഒരു കഴിവെല്ലാം ദൈവം സ്ത്രീകൾക്ക് മാത്രം കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഞാൻ ഇടയ്ക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പൊ ഒരുപാട് പേര് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്ന ഒരാൾക്കാരുണ്ടാവും. ചിലർക്ക് കിട്ടും, ചിലർക്ക് ഫ്ലോപ്പ് ആയി പോവും, ചിലർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നവരുണ്ടോ. അപ്പൊ നമ്മുടെ ഫാമിലിയിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവരുടെ ആഗ്രഹം സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, അമ്മയാകുക എന്നുള്ള ആ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയും ഒരു എന്താ പറയാ, അതിന് വാക്കുകൾ തന്നെ ഇല്ല. അമ്മ എന്നുള്ളത് 2 അക്ഷരമാണ്. പക്ഷെ ആ 2 അക്ഷരത്തിനകത്ത് ഈ ലോകത്ത് ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ലല്ലേ. അപ്പൊ അത് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവരുണ്ടാവില്ലേ. അപ്പൊ നമ്മൾ എപ്പോഴാണ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ടൈം? നമുക്കിപ്പോ പീരീഡ്സിന്റെ ആ ഒരു ഡേറ്റ് തെറ്റി ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 1.5 വീക്കും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് പ്രഗ്നൻസി കിറ്റ് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കാന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എവർട്ടീന്റെ പ്രഗ്നൻസി കിറ്റിന്റെ ആ ഒരു നമ്മുടെ സാധാരണ പ്രഗ്നൻസി കിറ്റ് ഉണ്ടല്ലോ, നമുക്ക് പ്രഗ്നന്റ് ആണോ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന കിറ്റാണ്. അപ്പൊ ഇത് 5 വരുന്ന ഒരു ഇതായിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഓൾറെഡി ഇതിനകത്താണ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ ഓൾറെഡി നമ്മൾ എവർട്ടീന്റെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു പ്രഗ്നൻസി കിറ്റും കേട്ടോ. ഇത് 1 സ്റ്റെപ്പ് റാപ്പിഡ് പ്രഗ്നൻസി കിറ്റാണ്. അപ്പൊ നമ്മൾ പ്രഗ്നന്റ് ആണോ എന്ന് അറിയാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പീരിയഡ്സ് തെറ്റി, അതായത് ഇപ്പൊ നമുക്ക് ഈ മന്ത് പീരിയഡ്സ് ആയി, അടുത്ത മന്ത് ആ ഒരു ഡേറ്റ് ആകുമ്പോൾ പീരിയഡ്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഡേറ്റ് കഴിഞ്ഞ് ഒരു 1.5 വീക്ക്, ഒരാഴ്ചയോ ഒരു 1.5 ആഴ്ചയും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഒരുപാട് പേര് സ്റ്റോക്ക് ആക്കി വെക്കുന്ന ആൾക്കാരുണ്ടാവും, പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവർ. ചിലപ്പോൾ കിട്ടുന്നവരുണ്ടാവും, കിട്ടാത്തവരുണ്ടാവും. അപ്പൊ അത് വിഷമിക്കേണ്ട ഒരു കാര്യമൊന്നും ഇല്ലല്ലോ. നമുക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ഒരുപാട് നമുക്കിന്ന് ട്രീറ്റ്മെന്റുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ് നമുക്കിന്ന്, പണ്ടത്തേനൊക്കെ വെച്ച് നോക്കുമ്പോൾ. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അതിരാവിലെ എണീക്കുമ്പോൾ ഉള്ള യൂറിനെയാണ് നമ്മൾ കളക്ട് ചെയ്യാനുള്ളത്. അപ്പൊ ജസ്റ്റ് ഇത് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മൾ രാവിലെ എണീക്കുക എന്നുള്ളതാണ്. രാവിലെ എണീറ്റതിന് ശേഷം നമ്മൾ രാവിലത്തെ ആ ഒരു യൂറിൻ കളക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ഇതിനകത്ത് ഒരു സൈഡിൽ ഒരു ഡ്രോപ്പർ ഉണ്ട്, ഒരു ചെറിയൊരു ഫില്ലർ പോലെ ഒരു സാധനമുണ്ട്. അതിനകത്ത് നമ്മൾ ആ ഒരു യൂറിൻ കളക്ട് ചെയ്തതിന് ശേഷം 3-4 ഡ്രോപ്പ് നമ്മൾ ഈ സൈഡിലുള്ള ഒരു ഹോളിനകത്തേക്ക് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കംപ്ലീറ്റ് ആയിട്ട് ഒരു 20 മിനിറ്റ്സ് എങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം ചില ലൈൻസ് ആദ്യം നമുക്ക് ഒരു ലൈനേ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവ് അല്ല, നെഗറ്റീവ് ആണെന്നാണ് അർത്ഥം. 2 വരകളും തെളിഞ്ഞിട്ടുണ്ട് എന്നെങ്കിലാണ് നമ്മൾ പോസിറ്റീവ് ആവുന്നത്. അപ്പൊ ചിലർക്ക് ഉണ്ടാവും, തുടക്കത്തിലാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു വര നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ടാവും, രണ്ടാമത്തെ സെക്കൻഡ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ആയിട്ടുള്ള റെഡ് ആയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു 20 മിനിറ്റ്സ് ഒക്കെ അങ്ങോട്ട് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ ആ ഒരു സെക്കൻഡ് ലൈനും നന്നായിട്ട് ഇതിനെ തെളിഞ്ഞു വന്നിട്ടുണ്ടാവും. തുടക്കത്തിലെ പോലെ ആയിരിക്കില്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ച് നന്നായിട്ട് ഇതിനെ തെളിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ 2 ലൈൻസും നന്നായിട്ട് ഇതിനെ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രഗ്നന്റ് ആണ് എന്നാണ് കേട്ടോ അതിനർത്ഥം. ഇത് ഞാൻ ജസ്റ്റ് പറയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ജസ്റ്റ് അറിഞ്ഞിടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഇതിന്റെ ഒരു ഇത് കാണിക്കാം, സാമ്പിൾ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പൊ ഇതിനകത്ത് 2 ലൈൻസ് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ആണ്, അതല്ല സിംഗിൾ ലൈനേ ഉള്ളെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആണെന്നാണ് കേട്ടോ അർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ആ ഒരു ചെറിയ ലൈൻ ഉണ്ടെങ്കിൽ ചാൻസ് ഉണ്ട് എന്നാണ്. സെക്കൻഡ് ലൈനിൽ ചെറിയ ലൈൻ ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ എന്താ ഒരു 20 മിനിറ്റ്സ് ഒക്കെ വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ലൈൻ കുറച്ചും കൂടി തെളിഞ്ഞിട്ട് വരും കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഇത് ടെസ്റ്റ് ചെയ്യേണ്ട ഇതായിട്ടുള്ളത്. പിന്നെ ഞാൻ കാണിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഇതിന്റെ ഒരു സിംഗിൾ പീസിന്റെ റേറ്റ് 70 രൂപയാണ്. എപ്പോഴും ഓഫറിലുണ്ടാവും, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി റേറ്റ് കുറവിൽ കിട്ടും. പിന്നെ ഇത് കോംബോ ആയിട്ട് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ, പിന്നെ കോംബോ ആയിട്ട് വാങ്ങിച്ചു വെക്കുന്നത് അത്ര നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അതിനോട്
യോജിക്കുന്നുണ്ട് എന്നാൽ യോജിക്കുന്നുമില്ല. കാരണം ചിലർക്ക് അത് യൂസ്ഫുൾ ആവും, എന്നാൽ ചിലർക്ക് അത് യൂസ്ഫുൾ ആവത്തില്ല. സിംഗിൾ യൂസിൽ തന്നെ ചിലർക്ക് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് ആവുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ആയിട്ട് വാങ്ങി വെക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കോംബോ ആയിട്ട് കിട്ടുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് വാങ്ങിച്ചു വെക്കുക. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഇതിനനുസരിച്ചിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ കാണിച്ച പ്രോഡക്റ്റിന്റെ ലിങ്ക് കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ കൊടുത്തേക്കാം. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഒരു പുതിയ വീഡിയോയിൽ കാണാത്തവരേക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രഗ്നൻസി കിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എവർട്ടീൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റാണ് കേട്ടോ. ഇത് നമ്മൾ പ്രഗ്നൻ്റ് ആണോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നോക്കാൻ പറ്റിയിട്ടുള്ളൊരു ഇതാണ്. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നും രാവിലെ എണീക്കുമ്പോൾ ഉള്ള മൂത്രമാണ് നമുക്ക് അത് ആ ഒരു യൂറിനാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാവിലെ എണീക്കുമ്പം നമുക്ക് ആ യൂറിൻ കളക്ട് ചെയ്ത് ഇതിനകത്ത് ചെറിയൊരു ഡ്രോപ്പർ പോലൊരു സാധനമുണ്ട്, അതിനകത്ത് കളക്ട് ചെയ്യാൻ ഞാൻ ഓൾറെഡി ഇതിനകത്ത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഡ്രോപ്പറിനകത്ത്. എന്നിട്ട് നമ്മളൊരു 2-3 ഡ്രോപ്പ് ആ ഒരു ഇതിലേക്ക് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് അടുത്തോട്ട് പിടിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലൈൻ ചിലപ്പോൾ ഒരു ലൈറ്റ് റെഡ് ആയിട്ടായിരിക്കും തെളിയുക. സെക്കൻഡ് ലൈൻ വന്നിട്ട് കുറച്ച് ഡാർക്കർ ആയിട്ടായിരിക്കും തെളിയുക. അതിൻ്റെ അർത്ഥം നമ്മൾ പോസിറ്റീവ് ആണ് എന്ന് തന്നെയാണ്. ചിലപ്പോൾ ഇതിനും കുറച്ച് ലൈറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. കാരണം നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ്, പ്രഗ്നൻസിയുടെ ആ ഒരു തുടക്കം ആയതുകൊണ്ടാണ് ആ ഒരു ലൈൻ വളരെ ലൈറ്റായിട്ട് തെളിഞ്ഞേക്കുന്നത്. അപ്പോൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഡാർക്കറായിട്ട് തന്നെ തെളിയും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ 2 ലൈൻസും വീണാലാണ് പോസിറ്റീവ് ആയിട്ടുള്ളത്. സിംഗിൾ ലൈൻ മാത്രമാണെങ്കിൽ നെഗറ്റീവ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് നോക്കേണ്ടത്. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേനെ കേട്ടോ.